ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് അപ്പ്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം. എന്നാ വരി. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. ആദ്യം തന്നെ ഞാനിതാ 1 കപ്പ് മൈദപ്പൊടി മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ പൊടി എടുത്ത പാത്രത്തിൻ്റെ അതേ അളവിനാണ് വെള്ളം എടുക്കേണ്ടത്. അങ്ങനെ ഞാനിതാ മൈദപ്പൊടി എടുത്ത അതേ പാത്രത്തിന് 1 പാത്രം വെള്ളം മിക്സിൻ്റെ ജാർക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ അപ്പത്തിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാനിതാ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരിക്കലും നിർബന്ധമില്ല കേട്ടാ. നിങ്ങൾക്ക് അപ്പത്തിന് കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടാ. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂണ് വെച്ചിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നേ ഞാനിതാ അരച്ച് കൊടുന്ന ബാറ്റർ വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ടെന്ന്. അത് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ച് വാർന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 or 2 കോഴിമുട്ട എടുക്കാം കേട്ടോ. കോഴിമുട്ട പൊട്ടിച്ച് വാർന്ന് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ നല്ലോണം ചൂടായ പാനിക്ക് 1 തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പരത്തി കൊടുക്കണമൊന്നുമില്ല. ഇത് അത്യാവശ്യം തിന്നായിട്ടുള്ള ബാറ്റർ ആണല്ലോ, അപ്പോൾ ഇങ്ങനെ ആയാൽ മതി. ഇനി ഈ ഭാഗം ജസ്റ്റ് ഒന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഭാഗം കുക്കായതിന് ശേഷം കുറച്ച് നേരം തിരിച്ചും മറിച്ചിട്ടിട്ട് ജസ്റ്റ് കളർ മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കുറച്ച് നേരം ഇട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതേപോലെ തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഏകദേശം പൊറാട്ടൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഇട്ടുണ്ടാവല്. വെജ് ആൻഡ് നോൺ വെജായ എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും ഈ അപ്പം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ അപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ശരി ട്ടാ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.